ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 5 ബേസിക് സയൻസിലെ 7th ചാപ്റ്റർ ആയിട്ടുള്ള മാജിക് ഓഫ് സെൻസസ് ആണ് കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ഫിഗറാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ, ഡോഗിൻ്റെ ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. ഐ ക്യാൻ റെക്കഗ്നൈസ് ഈവൻ ദ ലോവസ്റ്റ് ഓഫ് ദി സൗണ്ട്സ്. അതായത് വളരെ ചെറിയ ശബ്ദം വരെ ആർക്ക് കേൾക്കാൻ വേണ്ടി പറ്റും, നമ്മുടെ ഡോഗിന് കേൾക്കാൻ വേണ്ടി പറ്റും. ഐ ക്യാൻ സീ ദ പ്രേ ഈവൺ ഫ്രം എ ഗ്രേറ്റ് ഡിസ്റ്റൻസിൽ നമ്മുടെ ഈഗിൾ പറയണം. അപ്പോൾ നമ്മളെ വളരെ ചെറിയ പ്രേ ആണെന്നുണ്ടെങ്കിലും അത് അത്രയും ദൂരം മേലെ കൂടെ അല്ല ഇവർ പറക്കാടി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും ഇതിൽ കാണാൻ വേണ്ടി പറ്റും. ഐ ക്യാൻ റെക്കഗ്നൈസ് ടേസ്റ്റസ് യൂസിങ് മൈ ലെഗ്സ് യൂസ് ചെയ്തിട്ട് നമ്മളെ ബട്ടർഫ്ലൈക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ടേസ്റ്റ് അറിയാൻ വേണ്ടി പറ്റും. ഐ ക്യാൻ റെക്കഗ്നൈസ് ഈവൺ ദ ഫെയിൻനെസ് ഓഫ് സ്മെല്ല് ആർക്ക് പറ്റും, അങ്ങനെ ഈവൺ ഇഫ് മൈ ബോഡി ഈസ് ഹാർഡ് ലൈക്ക് എ റോക്ക് ഐ വിൽ നോ വാട്ട് എവർ ടച്ച്ഡ്. അപ്പം നമ്മുടെ അതെന്താ പറയുന്നത്, എത്ര ബോഡി എത്ര റോക്ക് പോലെയാണെന്നുണ്ടെങ്കിലും എന്താണ് തൊടുന്നത് എന്ന് അവർക്ക് അറിയാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ പറയുന്നത്. യു ഹാവ് റീഡ് വാട്ട് ഈച്ച് ക്രീച്ചർ ഹാസ് സെഡ് ഹാവിൻ യു. വാട്ട് ആർ ദ സ്പെഷ്യൽ എബിലിറ്റീസ് ഓഫ് ദീസ് ക്രീച്ചേഴ്സ് ടു റെക്കഗ്നൈസ് ദെയർ സറൗണ്ടിങ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവരുടെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ഡോഗ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് വൺ ഈഗിളാണ്, പിന്നെ ബട്ടർഫ്ലൈ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ബിയറാണ് കേട്ടോ, പിന്നെ വരുന്നത് നമ്മുടെ ക്രൊക്കോഡൈലാണ്. അപ്പോൾ ഓരോരുത്തർക്കും എന്താണ് പറ്റുക, ഇതാണ് നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് ആ ബോക്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എക്സാമിൻ ദ ഇലുസ്ട്രേഷൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. അപ്പോൾ ഈഗിളിന് എന്താണ്, ഏത് ഓർഗനാണ്, അത്രയും ദൂരമുള്ള ഒരു പ്രേനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന പറഞ്ഞു. അപ്പോൾ അത് കാണാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻ എന്ന് പറയുന്നത് ഐസാണ് കേട്ടോ. അതിൻ്റെ സ്പെഷ്യൽ എബിലിറ്റി എന്ന് പറയുന്നത് ഫാർ സൈറ്റ്, ദൂരെയുള്ളതിനെ കാണാൻ വേണ്ടി പറ്റും. അടുത്തത് ബട്ടർഫ്ലൈ ആണ്. ബട്ടർഫ്ലൈയുടെ ഓർഗൻ എന്ന് പറയുന്നത് ലെഗ്സ് ആണ് കേട്ടോ. അത് ലെഗ്സ് ആണ്. അപ്പോൾ ആ ലെഗ്സ് വെച്ചിട്ട് ബട്ടർഫ്ലൈ എന്താണ് ചെയ്യുന്നത്, സ്പെഷ്യൽ എബിലിറ്റിയിൽ എഴുതി കൊടുക്കുക, ടേസ്റ്റ് ആണ്. പിന്നെ ക്രൊക്കോഡൈലാണ് കേട്ടോ. ക്രൊക്കോഡൈലിന് എന്താണ് വരുന്നത്, ഓർഗൻ്റെ ഭാഗത്ത് സ്കിൻ എന്ന് എഴുതി കൊടുക്കുക, സ്പെഷ്യൽ എബിലിറ്റിയുടെ അവിടെ ടച്ച് എന്ന് എഴുതി കൊടുക്കുക. പിന്നെ ഡോഗാണ്. ഡോഗിൻ്റെ ഓർഗൻ ആയിട്ട് വരുന്നത് ഇയേഴ്സ് ആണ് കേട്ടോ. എന്താ ചെയ്യാൻ പറ്റുക, വളരെ ചെറിയ ശബ്ദം വേണ്ടി കേൾക്കാൻ വേണ്ടി പറ്റും, എബിലിറ്റി ടു ഹിയർ ലോവസ്റ്റ് സൗണ്ട്. പിന്നെ വരുന്നത് ബിയറാണ്. ബിയറിൻ്റെ നമ്മുടെ നോസാണ് കേട്ടോ. അപ്പോൾ അതിനെന്താ ചെയ്യാൻ പറ്റുക, ഫെയിൻറ്റസ്റ്റ് സ്മെല്ല്. അതൊക്കെ ഓൾറെഡി പറഞ്ഞതിന് തന്നെ നമുക്ക് എടുത്ത് എഴുതി എടുക്കാമെന്നുള്ളൂ കേട്ടോ. ദീസ് ഓർഗൻസ് ഹെൽപ്പ് ദ ക്രീച്ചേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദയർ സറൗണ്ടിങ്സ് ത്രൂ സൈറ്റ്, touch, hearing, smell and taste. Similarly, which are the organs that help us to understand our surroundings? അപ്പം നമുക്ക് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻസ് ഏതൊക്കെയാണ്, നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ഓരോന്ന്. അപ്പോൾ ആദ്യം അവിടെ കൊടുത്തിട്ടുള്ളത് ഐസാണ്. ഐസ് വെച്ചിട്ട് നമുക്ക് കാണാനാണ് അല്ലേ പറ്റുക. അപ്പോൾ സൈറ്റ് എന്ന് അവർ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇയേഴ്സ് ഫില്ല് ചെയ്യാം, ഹിയർ ചെയ്യാനാണ് അല്ലേ, കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഹിയറിങ്. പിന്നെ നമുക്ക് സ്കിൻ പറയാം, സ്കിൻ എന്താണ്, ടച്ച്. പിന്നെ ടങ്ക് പറയാം, ടങ്ക് എന്താണ്, ടേസ്റ്റ് കേട്ടോ. പിന്നെ നമുക്ക് എന്ത് പറയാം, നോസ് പറയാം, നോസ് എന്താണ്, സ്മെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് സെൻസ് ഓർഗൻസ് ആണ് കേട്ടോ. സെൻസ് ഓർഗൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ക്രീച്ചേഴ്സ് ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗൻസ് ദാറ്റ് ഹെൽപ്പ് ദം ടു അണ്ടർസ്റ്റാൻഡ് ദ സറൗണ്ടിങ്സ്. നമ്മളായിക്കോട്ടെ ബാക്കിയുള്ള ക്രീച്ചേഴ്സിനായിക്കോട്ടെ അവർക്ക് കുറേ ഓർഗൻസ് ഉണ്ട്. ആ ഓർഗൻസ് വെച്ചിട്ട് നമുക്ക് ചുറ്റുമുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ദീസ് ഓർഗൻസ് ആർ കോൾഡ് സെൻസ് ഓർഗൻസ്. അങ്ങനെയുള്ള ഓർഗൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഐസ്, ears, nose, tongue and skin are the sense organs of human beings. അപ്പം നമ്മുടെ സെൻസ് ഓർഗൻസ് ഏതാണ്, 5 എണ്ണം ഉണ്ട് അല്ലേ. ഐസ്, ഇയേഴ്സ്, നോസ്, ടങ്ക്, അതുപോലെ തന്നെ സ്കിന്ന്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ സെൻസ് ഓർഗനും. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. അടുത്തത് ഹൂ വിൽ വിൻ. ഷാൾ വി കണ്ടക്ട് എ കണ്ടസ്റ്റ്, കീപ്പ് എ ലോക്ക് ആൻഡ് സം കീസ് ഓൺ ദ ടേബിൾ ആസ് ഷോൺ ഇൻ ദ പിക്ചർ. അപ്പോൾ ഒരു പിക്ചറിൽ എന്താണ്, ഒരു ലോക്ക് ഉണ്ട് അല്ലേ, കുറച്ച് കീയും കൊടുത്തിട്ടുണ്ട്. ബ്ലൈൻഡ് ഫോൾഡ് ദോസ് ചിൽഡ്രൻ ഹൂ ആർ റെഡി ടു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ കണ്ടസ്റ്റ്. ദ വിന്നർ ഈസ് ദ വൺ ഹൂ ഓപ്പൺസ് ദ ലോക്ക് വിത്തിൻ 30 സെക്കൻഡ്. അപ്പോൾ ആ ലോക്ക് ആരാണ് തുറക്കുന്നത്, അത് 30
സെക്കൻഡിൻ്റെ ഉള്ളിൽ ഏത് വെച്ചിട്ടാണ്, അപ്പോൾ അവരാണ് വിന്നർ. ഡിഡ് എവരി വൺ ഹു ഹാസ് ബ്ലൈൻഡ് ഫോൾഡഡ് വിൻ ടു ഓപ്പൺ ദ ലോക്ക്? ഈസ് ഇറ്റ് ഈസി ടു റെക്കഗ്നൈസ് ഒബ്ജക്ട്സ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ദ ഐസ്? ഡ്രോ ദ പിക്ചർ ഓഫ് ദ ഐസ് ആൻഡ് കളർ ഇറ്റ്. അപ്പോൾ ഐസിൻ്റെ പിക്ചർ അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുള്ള ഈസി ടു റെക്കഗ്നൈസ് ഒബ്ജക്റ്റ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ദ ഐസ്. ഐസ് ഇല്ലാതെ അത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എന്ത് പറയാം? നോ, ഇറ്റ് ഈസ് നോട്ട് ഈസി ടു റെക്കഗ്നൈസ് ഒബ്ജക്റ്റ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ദ ഐസ്. ലോക്ക് എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞ് ഓട്ട തുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഏത് കീയാ സ്യൂട്ട് ആവണമെന്ന് നമ്മൾ എടുത്ത് തിരിച്ച് നോക്കണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് കാണുമ്പോൾ കുറച്ചും കൂടിയും ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലേ? അടുത്തത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈസ് ഇറ്റ് ഈസി ടു റെക്കഗ്നൈസ് ഒബ്ജക്ട്സ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ദ ഐസ്? ഡ്രോ ദ പിക്ചർ ഓഫ് ദ ഐസ് ആൻഡ് കളർ ഇറ്റ്. ഐസിൻ്റെ പിക്ചർ വരച്ചിട്ട് ഒന്ന് കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വെൻ ദ പൊസിഷൻ ചേഞ്ചസ്, അടുത്തത് നമുക്ക് പറയാനുള്ളതാണ് കേട്ടോ. ആർ ദ ഐസ് ഓഫ് അതർ ക്രീച്ചേഴ്സ് സിമിലർ ടു അവർ ഓൺ ഐസ്? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്രീച്ചറിൻ്റെ ഐസ് നമ്മുടെ കണ്ണുമായിട്ട് സിമിലർ ആയിട്ട് തോന്നുന്നു. ലുക്ക് അറ്റ് ദ പൊസിഷൻ ഓഫ് ദ ഐസ് ഓഫ് ദ ക്രീച്ചേഴ്സ് ഇൻ ദ പിക്ചർ. അപ്പോൾ പിക്ചറിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഹൗ ഡസ് ദ പൊസിഷൻ ഓഫ് ദ ഐസ് ഹെൽപ്പ് ദീസ് ക്രീച്ചേഴ്സ്? ഇപ്പോൾ ഇതിൻ്റെ ഐസ് ഇതിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് ഈ ക്രീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് പറയാം, എനിമൽസ് വിത്ത് ഐസ് ഓൺ ദ ഫ്രണ്ട് ഓഫ് ദെയർ ഹെഡ്സ് ആർ ഏബിൾ ടു പ്രിസിഷ്യലി അണ്ടർസ്റ്റാൻഡ് ദ പൊസിഷൻ ആൻഡ് പ്രിസൈസ്ലി അണ്ടർസ്റ്റാൻഡ് ദ പൊസിഷൻ ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്റ്റ്. ദിസ് പെക്യുലാരിറ്റി ഓഫ് എനിമൽസ് ലൈക്ക് ടൈഗേഴ്സ് ആൻഡ് ലയൺസ് ഹെൽപ്പ് ദം ടു ക്യാച്ച് ദെയർ പ്രേ. അപ്പോൾ ആ ഐസ് വെച്ചിട്ട് നമുക്ക് അവർക്ക് അതിൻ്റെ പൊസിഷനിലെ ഓരോന്നിനും ഓരോ സ്ഥലത്തെ പൊസിഷൻ, അപ്പോൾ ആ ഡിസ്റ്റൻസ്, രണ്ട് ഐസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അതുപോലെ ആ ഒരു പൊസിഷൻ ഉണ്ടാവും. അത് വെച്ചിട്ട് എന്ത് ഒബ്ജക്ട്സ് തമ്മിലുള്ള ഡിസ്റ്റൻസും നോക്കിയിട്ട് അവർക്ക് അതിൻ്റെ പ്രേ കാര്യങ്ങളിലൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത് കേട്ടോ. ദി സ്പെക്യുലാരിറ്റി ഓഫ് എനിമൽ ലൈക്ക് ടൈഗേഴ്സ് ആൻഡ് ലയൺ ഹെൽപ്പ് ദം ടു ക്യാച്ച് ദെയർ പ്രേ. എനിമൽസ് വിത്ത് ഐസ് ഓൺ ദ സൈഡ്സ് ഓഫ് ദെയർ ഹെഡ്സ് ആർ ഏബിൾ ടു സീ ബോത്ത് ദ സൈഡ്സ്. ദീസ് ഫീച്ചേഴ്സ് ഹെൽപ്സ് എനിമൽസ് ലൈക്ക് deer and rabbits to escape from their predators. അപ്പോൾ അതുപോലെ തന്നെ അവരിപ്പോൾ നമ്മളെ ഡിയർ ആയിക്കോട്ടെ റാബിറ്റ് ആയിക്കോട്ടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ പിടിക്കാൻ വരുന്ന മൃഗത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പറ്റും. അടുത്തത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ക്ലാസിഫൈ ക്രീച്ചേഴ്സ് ഇൻറ്റു ഗ്രൂപ്പ്സ് ഓൺ ദ ബേസിസ് ഓഫ് പൊസിഷൻ ഓഫ് ദെയർ ഐസ്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ ഓഫ് ദ ഐസിൻ്റെ ബേസിസിൽ നമ്മളോട് ക്രീച്ചേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ. ദോസ് വിത്ത് ഐസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഹെഡ്, ഹെഡിൻ്റെ അവിടെ ഉള്ളത് ആരൊക്കെയാണ് വരിക? ഔൾസ്, മൂങ്ങ വരും, ഈഗിൾസ്, ലയൺസ്, ടൈഗേഴ്സ്, ഫോക്സസ്, ഹോക്സ്, മങ്കീസ് കേട്ടോ. പിന്നെ ദോസ് സെക്കൻഡ് കോളം, ദോസ് വിത്ത് ഐസ് ഓൺ ദ സൈഡ്സ് ഓഫ് ദി ഹെഡ്, അവിടെ ആരൊക്കെയാണ് വരിക? റാബിറ്റ്സ്, ഹോഴ്സസ്, ഫ്രോഗ്സ്, ക്യാമലിയോൺസ്, ഡിയേഴ്സ്, ലിസാർഡ്സ്, മൈസ്, റാറ്റ്സ്, ഇതൊക്കെയാണ് അവിടെ വരിക കേട്ടോ. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മളോട് പറയുന്നത് എനിമൽസ് വിത്ത് ഐസ് ഓൺ ദ ഫ്രണ്ട് ഓഫ് ദെയർ ഹെഡ്സ് ആർ ഏബിൾ ടു പ്രിസൈസ്ലി അണ്ടർസ്റ്റാൻഡ് ദ പൊസിഷൻ ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്റ്റ്. കറക്റ്റ് ഹെഡിൻ്റെ ഫ്രണ്ടിലുള്ള ഐസ് വരുന്നവർക്കൊക്കെ പെട്ടെന്ന് ഒബ്ജക്ട്സിനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. ദിസ് പെക്യുലാരിറ്റീസ് ഓഫ് എനിമൽസ് ലൈക്ക് ടൈഗേഴ്സ് ആൻഡ് ലയൺസ് ഹെൽപ്പ് ദം ടു ക്യാച്ച് ദെയർ പ്രേ. അപ്പോൾ ഞാൻ എക്സാമ്പിളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ലയണും ടൈഗറൊക്കെ അതിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പ്രേനെ പിടിക്കാൻ വേണ്ടി പറ്റും. എനിമൽസ് വിത്ത് ഐസ് ഓൺ ദ sides of their heads are able to see both the sides. അപ്പോൾ സൈഡിൽ നമ്മുടെ നേരെ വരാണ്ട് സൈഡിൽ കണ്ണ് വരുന്നവർക്കൊക്കെ സൈഡിലുള്ളത് വരുന്നതിനൊക്കെ കാണാൻ വേണ്ടി പറ്റും. These features helps animals like deer and rabbit to escape from their predators. അപ്പോൾ അവരെ പിടിക്കാൻ വരുന്നതെന്നൊക്കെ എസ്കേപ്പ് ആയിട്ട് പോരാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തത് നമുക്ക് പറയാനുള്ളത് ക്യാറ്റാണ് കേട്ടോ. ക്യാറ്റിനെ പറ്റി നമുക്ക് നോക്കാം. ദ പ്യൂപ്പിൾ ഓഫ് എ ക്യാറ്റ്സ് ഐ അപ്പിയേഴ്സ് ടു എ കോൺസ്ട്രിക്റ്റ് ഇൻ ദ ഡേ ലൈറ്റ് ആൻഡ് ഡൈലൈറ്റ് ടു ദ മാക്സിമം അറ്റ് നൈറ്റ്. അപ്പോൾ നമുക്ക് ഈ ക്യാറ്റിൻ്റെ പ്യൂപ്പിൾ എന്ന് പറയുന്നത് ഐയുടെ ഉള്ളിലുള്ളതാണ്, ഒരു പാർട്ടാണ് അല്ലേ. അത് എന്താ ചെയ്യുന്നത്? കൺസ്ട്രിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് രാവിലെ. എന്നിട്ട് നമ്മളെ നൈറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും? നന്നായി കണ്ണ് കാണും അല്ലേ. ദിസ് ഹെൽപ്സ് ദ ക്യാറ്റ്
ദാറ്റ് ടു സീ ഈവൺ ഇൻ ലോ ലൈറ്റ്. അതായത് ലോ ലൈറ്റ് എപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്? രാത്രിയാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പെക്യുലാരിറ്റി ഉള്ളതുകൊണ്ട് പൂച്ചയ്ക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വളരെ കുറഞ്ഞ വെളിച്ചത്തിലും കാണാൻ വേണ്ടി പറ്റും. കാറ്റ്സ് ഐ ഹാസ് എ ലെയർ ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽ. That's the reason for the shining of their eyes at night. The eyes of many animals that hunt for prey at night have these features. അടുത്ത നമുക്ക് പറയാനുള്ളത് ഔൾ അഥവാ മൂങ്ങ. അപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഈ ഒരു ക്രീച്ചേഴ്സിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. അതിൻ്റെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. ദ ഔൾ ഹാസ് ലാർജ് ഐസ് ഡയറക്ട്ലി അറ്റ് ദ ഫ്രണ്ട് ഓഫ് ഇറ്റ്സ് ഹെഡ്. ഔളിന് എന്താണുള്ളത്? ഭയങ്കര വലിയ ഐസ് ആണുള്ളത്. അതെവിടെയാണുള്ളത്? ഹെഡിൻ്റെ മുന്നിൽ തന്നെ അല്ലേ? നിങ്ങൾക്ക് ചിത്രം കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ദ ഔൾ ഈസ് ആൾസോ ഏബിൾ ടു സീ സൈറ്റ്സ് ബിഹൈൻഡ് ഇറ്റ് ബൈ റൊട്ടേറ്റിംഗ് ഇറ്റ്സ് നെക്ക് ടു ദി ബാക്ക്. ഔളിന് എന്ത് ചെയ്യാൻ പറ്റും? കഴുത്ത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ബാക്കിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. അടുത്തത് നമ്മുടെ ക്യാമലിയോൺ ആണ് കേട്ടോ. ദ ക്യാമലിയോൺ ക്യാൻ സൈമുൾട്ടേനിയസ്ലി മൂവ് ഇറ്റ്സ് ഐസ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ ആൻഡ് സീ അറൗണ്ട് ഇറ്റ്. ക്യാമലിയോണിലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അതിൻ്റെ ഐസ് പല ഡയറക്ഷനിലേക്കും തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തത് നമുക്ക് പറയാനുള്ളത് ഐ ഡിസീസിനെ പറ്റിയിട്ടാണ് കേട്ടോ. കൺജക്റ്റിവിറ്റി സ്പ്രെഡിങ്. ഓക്കെ, many people in the state are seeking treatment for conjunctivitis. This disease spread fast among children. Care should be taken not to touch the object used by the patient as this is a communicable disease. നമ്മുടെ കണ്ണിക്കേട് എന്നൊക്കെ പറയില്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക? ഇത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൻ്റെ കണ്ണിക്ക് നമ്മൾ നോക്കാറില്ല, അല്ലെങ്കിൽ അവർ തൊട്ടിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കൾ നമ്മൾ ടച്ച് ചെയ്യാറില്ല അല്ലേ? അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഹാവിൻ യു സീൻ ദ നോട്ടീസ് ഇഷ്യൂഡ് ബൈ ദ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്? വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് ദ കൺജക്റ്റിവിറ്റീസ്? എന്തൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ്? ഒന്നവിടെ കൊടുത്തിട്ടുണ്ട്, പെയിൻ ഇൻ ദ ഐ. ബാക്കി രണ്ടെണ്ണം നമുക്ക് എന്ത് പറയാം? ബ്രൈറ്റ് ലൈറ്റ് മേ ബോദർ യുവർ ഐസ്. നല്ല ലൈറ്റ് അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അല്ലേ? അടുത്തത് യുവർ ഐലിഡ്സ് ബിക്കം സ്വള്ളൻ. നമ്മുടെ കണ്ണൊക്കെ നല്ല വീർത്ത് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു കണ്ണിൻ്റെ മേലത്തെ ഭാഗമൊക്കെ നമുക്ക് തോന്നാറുണ്ട് അല്ലേ? അത്രയും പോയിന്റ്സ് നമുക്കവിടെ പറയാം കേട്ടോ. അടുത്തത് വാട്ട് അതർ ഐസ് ഡിസീസ് ഡു യു നോ? നിങ്ങൾക്ക് അറിയുന്ന വേറെ ഐസ് ഡിസീസസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് അവിടെ എന്ത് പറയാം? മയോപ്പിയ പറയാം കേട്ടോ. മയോപ്പിയ പറയാം. പിന്നെ ഹൈപ്പർ മെട്രോപ്പിയ പറയാം. പേര് മാത്രം എഴുതിയാൽ മതി. ലുക്ക് അറ്റ് ദ പിക്ചർ. ഒരു പിക്ചറാണല്ലേ? അപ്പോൾ ഒരു കുട്ടീനെ കൊണ്ട് അവരമ്മ ഒരു കണ്ണ് ഡോക്ടറെ അടുത്താണ് കാണിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഡോക്ടർ ആ ലെറ്റേഴ്സ് വായിപ്പിക്കുകയാണ്. ഹാവ് യു സീൻ ദ ചാർട്ട്സ് യൂസ്ഡ് ഫോർ വിഷൻ ടെസ്റ്റ്? കളക്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദം. അപ്പോൾ അതിനെ പറ്റിയിട്ട് കുറച്ച് ഇൻഫർമേഷൻസ് എടുക്കാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അവിടെ അതിൽ കൊടുത്തിട്ടുണ്ട്. ദർ ആർ ലെറ്റേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് സൈസസ് ഇൻ ദ ചാർട്ട് കോമൺ യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ഐസൈറ്റ്. കണ്ണിൻ്റെ കാഴ്ച ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പല സൈസിലുള്ള ലെറ്റേഴ്സ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതി വെച്ചിട്ടുണ്ട്. ദ ലെറ്റേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ സൈസ് ഡിക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. അപ്പോൾ അതിൻ്റെ സൈസ് എന്താ ചെയ്യുന്നത്? ടോപ്പിൽ നിന്ന് അടിയിലേക്ക് വരും തോറും അതെന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിസ് വാസ് ഡെവലപ്ഡ് ബൈ ഡച്ച് ഒപ്താമോളജിസ്റ്റ് ഹെർമൻ സ്വെല്ലൻ ഇൻ 1862. അപ്പോൾ അദ്ദേഹമാണ് ഇത് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. ദ വിഷ്വലി ചേഞ്ച്ഡ്. അപ്പോൾ ഇത് വായിക്കാൻ കിട്ടുന്ന അടിസ്ഥാനത്തിലാണ് കുട്ടിയുടെ കാഴ്ച അങ്ങനെ അസുഖങ്ങളൊക്കെ നമ്മൾ ഡോക്ടർമാർ പറയാറുള്ളത്. അതിനനുസരിച്ച് സ്പെക്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ദ വിഷ്വൽ ഈ ചേഞ്ച്ഡ്. ഹൗ ഡു വിഷ്വലി ചലഞ്ചഡ് ഇൻഡിവിജ്വൽ അണ്ടർസ്റ്റാൻഡ് ദെയർ സറൗണ്ടിങ്സ്? എക്സാമിങ് ദ ഡിഫറെൻറ്റ് കറൻസി നോട്ട്. അപ്പോൾ അവിടെ ആദ്യം ചോദിച്ചിട്ടുണ്ട് ഹൗ ഡു വിഷ്വലി ചലഞ്ചഡ് ഇൻഡിവിജ്വൽസ് അണ്ടർസ്റ്റാൻഡ് ദെയർ സറൗണ്ടിങ്സ് അല്ലേ? അപ്പോൾ അതായത് നമുക്ക് കണ്ണ് കാണാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ബ്രെയിലി, എ ടാക്ടൈൽ റൈറ്റിംഗ് സിസ്റ്റം ദാറ്റ് എനേബിൾസ് ബ്ലൈൻഡ് പീപ്പിൾ ടു റീഡ് ആൻഡ് റൈറ്റ്. ഈ കണ്ണ് കാണാൻ പറ്റാത്തവർക്ക് എഴുതാനും വായിക്കാനും വേണ്ടിയിട്ട് ഒരു പ്രത്യേക റൈറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതാണ് ഈ ഒരു ബ്രെയിലി പറയുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് അത് ടച്ച് ചെയ്തിട്ടാണ് അവർ എഴുതുകയും വായിക്കുകയും ചെയ്തത്. പിന്നെ ഗൈഡ് ഡോഗ്സ്, trained dogs that assist blind individual in navigating obstacles, crossing street and finding their way. നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള നല്ല
ഗൈഡഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗ്സിന് ഇവർക്ക് കൊടുക്കും. ഇവരുടെ കൂടെ ഇവർക്ക് പുറത്ത് പോകുന്ന സമയത്തൊക്കെ കേട്ടോ. അപ്പോൾ ഇവരെ ക്രോസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യും. അടുത്തത് സ്ക്രീൻ റീഡേഴ്സ് ആണ്. സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ദാറ്റ് റീഡ് ഡിജിറ്റൽ ടെക്സ്റ്റ് അലൗണ്ട് മേക്കിംഗ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് സ്മാർട്ട് ഫോൺ ആക്സസിബിൾ. അപ്പം നമുക്ക് സോഫ്റ്റ്വെയർ പ്രോഗ്രാം വെച്ചിട്ട് ഡിജിറ്റലായിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അത്രയും പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം. 3 കൊടുത്താൽ മതി. അടുത്തത് എക്സാമിൻ ദ ഡിഫറെൻറ്റ് കറൻസി നോട്ട് ഇൻ വാട്ട് വേസ് ഡു ദ ഡിഫറെൻറ്റ്. അത് ഏതെല്ലാം രീതിയിലാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. വിച്ച് ഫീച്ചർ ഹെൽപ്പ് ദ വിഷ്വലി ചലഞ്ചഡ് ഇൻഡിവിജ്വൽ ടു റെക്കഗ്നൈസ് ദ കറൻസി നോട്ട്. അപ്പോൾ നമുക്ക് കണ്ണ് കാണാൻ പറ്റാത്തവർക്ക് എങ്ങനെയാണ് കറൻസി നോട്ട് കാണാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ അതെങ്ങനെയാണ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതിന് ഒരു ഷോർട്ട് നോട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസർ ആയിട്ട് പറയാം. റേസ്ഡ് നമ്പേഴ്സ്, ദ നമ്പേഴ്സ് ഓൺ ദ ഫ്ലോട്ട്സ് ആർ റേസ്ഡ് സോ ദേ ക്യാൻ ഫീൽ ദം. അപ്പോൾ ആ നമ്പേഴ്സ് എന്ത് ചെയ്യും, റേസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഡിഫറെൻറ്റ് സൈസസ്, ഈച്ച് നോട്ട് ഹാസ് എ ഡിഫറെൻറ്റ് സൈസ്. നമ്മളുടെ അവിടെ ഉള്ളതിൽ നോട്ടുകൾക്കൊക്കെ പല സൈസാണ്. അപ്പോൾ ആ സൈസിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ നമുക്ക് ദീ സ്പെഷ്യൽ ഫീച്ചേഴ്സ് മേക്ക് ഇറ്റ് കാഷ്യർ ഫോർ എവറി വൺ ടു യൂസ് മണി. അടുത്തത് ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ലുക്ക് അറ്റ് ദ പിക്ചർ. സീറ്റ് നമ്പർ ഇൻ എ ട്രെയിൻ, ദ ടൈൽ ഓൺ ദ ഫുട് പാത്ത്. 2 പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് യു ഒബ്സേർവ്ഡ്. ഇതിൽ നിങ്ങൾ ഒബ്സേർവ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? പിന്നെ ചോദിച്ചിട്ടുള്ളത് ഹൗ ഡു ദേ ബെനഫിറ്റ് വിഷ്വലി ചലഞ്ചഡ് ഇൻഡിവിജ്വൽസ്. വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് ഇതെങ്ങനെയാണ് ഹെൽപ്ഫുൾ ആവണേന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ബ്രെയിലി നമ്പേഴ്സ് പറയാം. ദ നമ്പേഴ്സ് ഇൻ ദ ഫസ്റ്റ് പിക്ചേഴ്സ് ആർ റിട്ടൺ ഇൻ ബ്രെയിലി വിച്ച് ബ്ലൈൻഡ് പീപ്പിൾ ക്യാൻ റീഡ് ബൈ ടച്ചിങ്. അപ്പോൾ ബ്രെയിലിയിലാണ് അല്ലേ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള ബ്രെയിലി നമുക്ക് ടച്ച് ചെയ്തിട്ട് നമ്പേഴ്സ് വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ണ് കാണാത്ത ആൾക്കാർക്ക് അത് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ്, യെല്ലോ ഹംസ് ഓൺ ദ ഗ്രൗണ്ട്. ദ യെല്ലോ ഹംസ് ഇൻ ദ സെക്കൻഡ് പിക്ചർ ആർ എ വാർണിംഗ് ഫോർ ബ്ലൈൻഡ് പീപ്പിൾ. They can feel the hums with their feet and know if there is a step or a chance in direction. അപ്പോൾ അവർക്ക് ആ യെല്ലോ ഫീറ്റ് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും അടുത്തത് വല്ല സ്റ്റെപ്പോ അല്ലെങ്കിൽ ഡയറക്ഷനോ ചേഞ്ച് ചെയ്യാനാണെന്ന് മനസ്സിലാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അടുത്തത് വിച്ച് ഫീച്ചേഴ്സ് ഓഫ് ദ ഡിവൈസ് ലൈക്ക് മൊബൈൽ ഫോൺസ്, വാച്ച്, കമ്പ്യൂട്ടേഴ്സ് എക്സെട്ര ഹെൽപ്പ് ദം. ഇതിൻ്റെ ഏതൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ആൻസർ എന്തൊക്കെയാണ്? ഫോൺസ്, വാച്ചസ് ആൻഡ് കമ്പ്യൂട്ടർ ഹെൽപ്പ് ബ്ലൈൻഡ് പീപ്പിൾ. എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് ടോക്കിംഗ് കൊടുക്കാം കേട്ടോ. ദേ ക്യാൻ ടോക്ക് ടു ദ ഡിവൈസസ് ടു യൂസ് ദം. നമുക്കിപ്പോൾ പല കാര്യങ്ങളും ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വോയിസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ആയിട്ട് കിട്ടും. പിന്നെ റീഡിങ്, ദ ഡിവൈസസ് ക്യാൻ റീഡ് തിങ്സ് ഔട്ട് ലൗഡ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായിട്ടൊക്കെ സ്പെഷ്യൽ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ വായിക്കാൻ ഇവർക്ക് കണ്ണ് കാണില്ലല്ലോ. അപ്പോൾ ആ ആപ്പ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടൊക്കെ അത് റീഡ് ചെയ്യാൻ പറ്റും. പിന്നെ ബിഗ് ലെറ്റേഴ്സ്, ദ ഡിവൈസസ് ക്യാൻ ഷോ ബിഗ് ലെറ്റേഴ്സ് ദാറ്റ് ആർ ഈസിയർ ടു സീ. ഡിവൈസസിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ബിഗ് ലെറ്റേഴ്സൊക്കെ ഷോ ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് വൈബ്രേഷൻസ് ആണ്. ദ ഡിവൈസസ് ക്യാൻ വൈബ്രേറ്റ് ടു ലെറ്റ് ബ്ലൈൻഡ് പീപ്പിൾ നോ സംതിങ് ഈസ് ഹാപ്പനിങ്. ബ്ലൈൻഡ് പീപ്പിളിന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്തെങ്കിലുമൊക്കെ നടക്കാൻ പോകുന്നുണ്ടെന്ന് കേട്ടോ. അടുത്തത് നമ്മൾക്ക് പറയാനുള്ളത് വാട്ട് ആർ ദ അതർ സിസ്റ്റം ടു ഹെൽപ്പ് ദം. അവരെ ഹെൽപ്പ് ചെയ്യുന്ന വേറെ സിസ്റ്റംസ് എന്തെല്ലാമാണ്. അപ്പോൾ അവിടെ ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ദ സ്മാർട്ട് കെയിൻ ആൻഡ് ദ ഡിജിറ്റൽ ബ്രെയിൽ സ്ലേറ്റ് ആർ എക്സാമ്പിൾ ഫോർ ദ ചേഞ്ചസ് ഇൻ ദീസ് സിസ്റ്റം ഡ്യൂ ടു ദ ഡെവലപ്മെൻറ്റ് ഇൻ ടെക്നോളജി. കളക്ട് മോർ ഇൻഫർമേഷൻ. അപ്പം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കുറച്ചും കൂടി ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഇതുപോലെ ബ്രേസ്ലെറ്റ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്താ അത് അവരെ ടച്ച് ചെയ്തിട്ട് ആ ലെറ്റേഴ്സ് ഏതാണ് അതിലല്ലെങ്കിൽ എന്താണ് എഴുതിയിട്ടുള്ളതെന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് പറയാം ടു ഫൈൻഡ് ദ വേ, ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ദ വേ മോർ ഈസിലി. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഈസി ആക്കാൻ വേണ്ടി പറ്റും. പിന്നെ കണക്ടിവിറ്റി, സ്മാർട്ട് കെയിൻസ് ക്യാൻ ബോത്ത് ബി കണക്റ്റഡ് ത്രൂ ബ്ലൂടൂത്ത് ടു സ്മാർട്ട് ഫോൺസ് ഓർ അതർ ഡിവൈസസ്. ഇത്രയും കാര്യങ്ങൾ നമുക്കവിടെ പറയാം കേട്ടോ.
സോറി, അപ്പോൾ നമ്മൾ ആ ബോക്സിൻ്റെ അകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നും എന്താണ് സ്മാർട്ട് കെയിനെ പറ്റിയാണ് പറയുന്നത്. ടു ഫൈൻഡ് ദ വേ, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ദ വേ മോർ. ഇപ്പോൾ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് പറയാം. ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ദ വേ മോർ ഈസിലി. സ്ഥലങ്ങൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ലൊക്കേറ്റ് ഒബ്സ്റ്റക്കിൾസ്. അൾട്രാസോണിക് ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ടു ലൊക്കേറ്റ് ഒബ്സ്റ്റക്കിൾസ് ഇൻ റിയൽ ടൈം. കറക്റ്റ് ടൈമിൽ നമുക്ക് ഓരോന്നും എന്താ ചെയ്യാൻ വേണ്ടി പറ്റും, ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കണക്ടിവിറ്റി, അപ്പോൾ കണക്ട് ചെയ്യാൻ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ ടു ഐഡൻറ്റിഫൈ ഫാൾസ്. ഇറ്റ് പാസസ് ഇൻഫർമേഷൻ ടു ദ കൺസേൺ ഇഫ് ദർ ഈസ് എ ഫാൾ ആൻഡ് ദ ഇൻഡിവിജ്വൽ ഈസ് അൺഎബിൾ ടു ഗെറ്റ് അപ്പ്. അതായത് നമുക്ക് ഇൻഫർമേഷൻസൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കിട്ടാണ്ടാവുമ്പോൾ പെട്ടെന്ന് പാസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. കസ്റ്റമൈസേഷൻ, അഡ്ജസ്റ്റബിൾ ഹൈറ്റ്, ഡിഫറെൻറ്റ് ഹാൻഡിൽ ഗ്രിപ്സ്, ഡിഫറെൻറ്റ് സെൻസറി ഫീഡ്ബാക്ക് അറേഞ്ച്മെൻറ്റ്, ഇതൊക്കെ ഉണ്ടാവും. ഡാറ്റ കളക്ഷൻ, ദേ ക്യാൻ കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് ഡിസ്റ്റൻസ് ട്രാവൽഡ്, വാക്കിംഗ് സ്പീഡ്, ഒബ്സ്റ്റക്കിൾ ഫേസ്ഡ് എക്സെട്ര. എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, എത്ര നേരം വാക്ക് ചെയ്തു, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. Pictures and instructions in the health department brochure. Just take care. See for a long time. അപ്പോൾ അവിടെ കാണുന്ന ഒരു കാഴ്ചയാണല്ലേ. ടി വി കുറേ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ കണ്ണ് തിരുമ്പാൻ പാടുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. കണ്ണിൽ വെള്ളം ഒഴിക്കുക. അപ്പോൾ നമ്മൾ ടി വി കാണുമ്പോൾ എന്ത് ചെയ്യണം, കുറച്ച് ഡിസ്റ്റൻസ് എപ്പോഴും എന്ത് ചെയ്യണം, ഇടണം അല്ലേ. അപ്പോൾ അതിൽ കൊടുത്തിട്ടുള്ളത് ഡു നോട്ട് റബ് ദ ഐസ് അങ്ങനെ റബ്ബ് ചെയ്യാൻ പാടില്ല. ഡു നോട്ട് ടച്ച് ഇൻസൈഡ് ദ ഐയുടെ ഉള്ളിൽ കൈ ടച്ച് ചെയ്യാൻ പറ്റില്ല. ഡു നോട്ട് വാച്ച് ടെലിവിഷൻ ഇൻ ഡിം ലൈറ്റിൽ ടെലിവിഷൻ കാണാൻ പാടില്ല, കുറച്ച് വെളിച്ചിട്ടിട്ട് വേണം കാണാൻ. ഡു നോട്ട് യൂസ് മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, ടെലിവിഷൻ എക്സെട്ര ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. കുറേ ടൈം മൊബൈൽ ഫോൺ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഡു നോട്ട് യൂസ് ദ ഹാൻഡ് കർച്ചീഫ് യൂസ്ഡ് ബൈ അതേഴ്സ്. മറ്റുള്ളവർ യൂസ് ചെയ്തിട്ടുള്ള കർച്ചീഫ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അടുത്തത് റീഡ് ഇൻ എ വെൽ ലിറ്റ് പ്ലേസ്. പിന്നെ ഗെറ്റ് ദ ഐസ് ടെസ്റ്റഡ് പീരിയോഡിക്കലി, കണ്ണിടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യണം. ഇൻക്ലൂഡ് ഫ്രൂട്ട്സ്, ലീഫി ആൻഡ് അതർ വെജിറ്റബിൾസ് ഇൻ ദ ഡയറ്റ്. അപ്പോൾ നമ്മളെ ഫുഡ് ഹാബിറ്റ്സൊക്കെ നന്നാക്കണം, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന്. ഡു യു ഫോളോ ദീസ് ഇൻസ്ട്രക്ഷൻ? നിങ്ങൾ ഫോളോ ചെയ്യാറുണ്ടോ? വാട്ട് ഹെൽത്ത് ഹാബിറ്റ്സ് ഷുഡ് യു ഫോളോ ഫോർ ദ ഹെൽത്ത് ഓഫ് ദ ഐസ്? അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഒക്കെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഓപ്പോസിറ്റ് പറഞ്ഞു കൊടുത്താൽ മതി അല്ലേ. ഹെൽത്തി ഹാബിറ്റ്സ്, നമ്മൾ റബ്ബ് ചെയ്യാണ്ടിരിക്കുക, ഡിം ലൈറ്റിൽ എന്ത് ചെയ്യാണ്ടിരിക്കുക, കാണാണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആൻസറായിട്ട് പറയാം ഈറ്റ് ഹെൽത്തി ഫുഡ്സ്, പിന്നെ ടേക്ക് റെസ്റ്റ്, പിന്നെ പ്രൊട്ടക്റ്റ് ഐസ്, ഗെറ്റ് ഇനഫ് സ്ലീപ്പ്, വിസിറ്റ് ദ ഐ ഡോക്ടർ. ഇടയ്ക്ക് നിങ്ങളൊരു ഐ ഡോക്ടറെ കാണാം. ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് ഐസിനെ പറ്റിയിട്ട്, സൈറ്റ് അല്ലെങ്കിൽ സെൻസ് ഓർഗനിലെ ഐസിനെ പറ്റിയിട്ട് ഉള്ളത്. അടുത്തത് നമുക്ക് ഹിയർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ആണ്. ആ ഭാഗം മുതൽ നമുക്ക് അടുത്ത പാട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. താങ്ക്